ലൗത്തോക്കയിൽ ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഷുഗർ മില്ലാണിത്. 1903 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച മില്ല്. അന്ന് കൊളോണിയൽ ഷുഗർ റിഫൈനിംഗ് കമ്പനി എന്നായിരുന്നു ഇതിന്റെ പേര്. ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന തൊഴിലാളികളായിരുന്നു അക്കാലത്ത് ഇവിടെ ജോലി ചെയ്തിരുന്നത്. അന്ന് 2000 ഏക്കർ പ്രദേശത്ത് ഇവർക്ക് കരിമ്പ് കൃഷിയും ഉണ്ടായിരുന്നു. 1973 ഫാക്ടറി ഫിജി ഷുഗർ കോർപ്പറേഷന്റെ കീഴിലായത്. 1300 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. കരിമ്പുമായി എത്തിയ ട്രക്കുകൾ ഫാക്ടറിയുടെ മുന്നിൽ വിശ്രമിക്കുന്നു. കരിമ്പ് ലോഡ് ചെയ്യുന്ന ട്രോളികൾ വലിക്കാനുള്ള ചെറു ട്രെയിനും ഒരു ഭാഗത്തുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണിത്. ഫിജിയൻ വംശജരായ തൊഴിലാളികളാണ് ഇവരെല്ലാം. ഫാക്ടറിയുടെ സമീപത്തു നിന്നും യാത്ര തുടർന്നു. അനുമതി വാങ്ങി ആ ഫാക്ടറിയുടെ അകത്ത് കയറാമായിരുന്നു. പക്ഷേ അനുമതി സംഘടിപ്പിക്കൽ 2 മണിക്കൂറെങ്കിലും നീളുന്ന പരിപാടിയായതിനാൽ ഞാനത് വേണ്ടെന്ന് വെച്ചു. ലൗത്തോക്കയുടെ പോർട്ട് ഏരിയയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഫെറികൾ തീരത്തോട് ചേർന്നു കിടക്കുന്നു. മറ്റു ദ്വീപുകളിൽ നിന്നും ആളുകളും കാർഷിക ഉൽപ്പന്നങ്ങളുമൊക്കെ വന്നിറങ്ങുന്ന ഇടം. മരത്തിന്റെ ചിപ്സാണ് ഇത്. ട്രോപ്പിക് വുഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യാനായി കൂട്ടിയിട്ടിരിക്കുന്ന ചിപ്സ്. ശരിക്കും കൊളോണിയൽ ഷുഗർ റിഫൈനിംഗ് കമ്പനിക്ക് വേണ്ടി 20ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് രൂപപ്പെടുത്തിയ പോർട്ടാണിത്. പഞ്ചസാര, തുണി, മര ഉരുപ്പടികൾ, വുഡ് ചിപ്സ് എന്നിവയാണ് ലൗത്തോക്ക തുറമുഖത്തു നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. ലൗത്തോക്കയിലെ മറൈൻ ഡ്രൈവിലൂടെയാണ് പോകുന്നത്. അപ്പുറം ആഴം കുറഞ്ഞ കടൽഭാഗവും ദ്വീപുകളുമെല്ലാം കാണാം.